ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ക്രോഷേയിങ്ങിന്റെ 5 ബേസിക് സ്റ്റിച്ചസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഐ ആം ഓൾസോ എ ബിഗിനർ ഇൻ ക്രോഷേയിങ്, ബട്ട് എനിക്കറിയുന്നതൊക്കെ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പഴയ ചാനൽ ഒന്ന് ഡിലീറ്റ് ആയി പോയി ഗൈസ്. ഐ എം റിയലി സാഡ്, ബട്ട് വാട്ട് ക്യാൻ വി ഡു? സോ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതാണ് ഈ ചാനൽ. സോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ മറ്റു ചാനൽ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ ചാനലിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഗൈസ്, ഇതുപോലത്തെ ഒരുപാട് ക്രോഷേ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസും വീഡിയോസും ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ സ്റ്റാർട്ട് ദി വീഡിയോ. സോ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഹുക്കും യാണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. യാണിനോട് സ്യൂട്ട് ആവുന്ന ഹുക്ക് എടുക്കണം എന്ന് മാത്രം. സോ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇടുന്നവയാണ് കാണിക്കുന്നത്. ഞാൻ ഇതുപോലെ നമ്മുടെ ഫിംഗേഴ്സിലോട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം, ഒരു എക്സ് രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഷേപ്പും പുറകിൽ ആയിട്ട് ഒരു പാരലൽ ആയിട്ടുള്ള 2 ലൈൻസും ഉണ്ടാവും. സോ അതിൽ ഫസ്റ്റ് ഇതിൻ്റെ അടിയിൽ കൂടെ ഹുക്ക് ഇതുപോലെ ഇൻസൈഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പുൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 യാണ് കൂടി പിടിച്ചിട്ട് 2 എൻഡ് ഓഫ് ദി യാണും പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സ്ലിപ്പ് നോട്ട് കിട്ടും. ഇനിയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഈ ഹുക്കിലൂടെ ഇങ്ങനെ യാൺ ഇൻസൈഡ് ചെയ്യുന്നതിനാണ് യാൺ ഓവർ എന്ന് പറയുക. അത് ഇതുപോലെ ചെയ്യുന്നതിനാണ് യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ആണ് ചെയ്യേണ്ടത്. പുൾ ത്രൂ എന്ന് വെച്ചാൽ ആ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ യാൺ ഓവർ ചെയ്ത് യാണിനെ കയറ്റണം. ഇതുപോലെ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. നല്ല ഈസിയാണ്. ഞാൻ പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. സോ അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇതുപോലെ യാൺ ഓവർ പുൾ ത്രൂ. പക്ഷേ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ചെയ്യരുത്. കറക്റ്റായിട്ട് യാൺ ഓവർ ആയിട്ട് തന്നെ ചെയ്യണം, അല്ലാണ്ട് ചെയ്താൽ മിസ്റ്റേക്സ് വരും. കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അങ്ങനെ ചെയ്തപ്പോൾ വരുന്ന മിസ്റ്റേക്സാണ്. യാണും ഹൂക്കുമായിട്ട് കുടുങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. സോ നമുക്ക് സിംഗിൾ ക്രോഷേ കാണാം. അപ്പോൾ അതിനായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് നമ്മുടെ ബേസാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പം നമ്മളെല്ലാ സ്റ്റിച്ചസും ബേസിലാണ് ചെയ്യുക, അതായത് ചെയിൻ സ്റ്റിച്ചിലാണ് ചെയ്യാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ലൂപ്പ് ലീവ് ചെയ്തിട്ട് സെക്കൻഡ് ലൂപ്പിലൂടെ ഹുക്ക് ഇൻസൈഡ് ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ 2 ലൂപ്സ്. ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷേ. അതായത് ഇൻസൈഡ് ദി ഹുക്ക്, യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ 2 ലൂപ്സ്. ഇത്രയും ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് അല്ലെങ്കിൽ സിംഗിൾ ക്രോഷേ റെഡിയാവും. നല്ല ഈസിയാണ്. ഞാനിപ്പോൾ ചെറിയ ലെങ്ത്തിലാണ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ അളവിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ, സിംഗിൾ ക്രോഷേ. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. സോ അതിനായിട്ടും ഞാൻ ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് യാൺ ഓവർ ലീവ് ഫസ്റ്റ് ലൂപ്പ്, പുട്ട് ഇറ്റ് ഇൻ ദി സെക്കൻഡ് ലൂപ്പ് ആൻഡ് യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ 3 ലൂപ്സ്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യണം. യാൺ ഓവർ ഇൻസൈഡ് ഇൻ ദി സെക്കൻഡ് ലൂപ്പ് എന്ന് വെച്ചാൽ അടുത്ത ലൂപ്പ്, ആൻഡ് യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ 3 ലൂപ്സ്. അതായത് 3 ലൂപ്സ് ആയിരിക്കും കണ്ടില്ലേ നമ്മുടെ ഹുക്കിലുണ്ടാവുക. അപ്പോൾ അതിൽ 3 കൂടിയും യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചെടുക്കാം. അപ്പോൾ അതിനാണ് പറയുന്നത് യാൺ ഓവർ ഇൻസൈഡ് ദി ഹുക്കിൻ്റെ ചെയിൻ, യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ 3 ലൂപ്സ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ളത് ഹാഫ് ഡബിൾ ക്രോഷേ. രണ്ടും കൂടി മിക്സ് ആയിപ്പോയി, സോറി ഗൈസ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്യുക. ഇങ്ങനെയാണത് കാണാനായിട്ട് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ ചെറുതിൽ ചെയ്യുന്നതുകൊണ്ട് ഇത് കുറച്ച് വൃത്തികേടായിരിക്കും, ബട്ട് വലുതിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. സോ പിന്നെ നമ്മൾ തേർഡ് വൺ നമ്മൾ ഡബിൾ ക്രോഷേ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് യാൺ ഓവർ, പിന്നെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസൈഡ് ചെയ്തു, യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ 2 ലൂപ്സ് ആണ്. കണ്ടോ, യാൺ ഓവർ കണ്ടില്ല, യാൺ ഓവർ പുൾ ടു 2 ലൂപ്സ് ആണ്, പുൾ ത്രൂ 2 ലൂപ്സ് ആണ്. ഇപ്പോൾ 2 ലൂപ്സ്.
പിന്നെയും yarn over, pull through 2 loops. ഇപ്പോഴാണ് 1 ഡബിൾ ക്രോഷ്യ ആയത്. yarn over, ഇൻസൈഡ് ദി ഹുക്ക് ഇൻ ദി ചെയിൻ, yarn over, pull through, yarn over, pull through 2 loops, yarn over, pull through 2 loops. ഇതാണ് 1 ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇതുപോലെ ഇതാണ് 1 ഡബിൾ ക്രോഷ്യ. ഓക്കെ, അതുപോലെ നമുക്ക് ഫുൾ ചെയ്യാം. yarn over, inside the hook in the chain, yarn over, pull through, yarn over, pull through 2 loops, yarn over, pull through 2 loops. നല്ല ഈസിയാണ്. നിങ്ങൾ അതുപോലെ തന്നെ ഈ ബേസസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്ട്സ്, നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രൊജക്ട്സ് ചെയ്യാനായിട്ടും ട്യൂട്ടോറിയൽസ് നോക്കി ചെയ്യാനായാലും ഒക്കെ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും. ഈ ട്യൂട്ടോറിയൽസിലൊക്കെ കൂടുതലും ഇങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷ്യ അങ്ങനെയൊക്കെ പറയത്തേ ഉള്ളൂ, അല്ലാണ്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കത്തില്ല. അതായത് പല വീഡിയോസിലും കാണിക്കാം, ബട്ട് കാണിക്കാതെയുള്ള വീഡിയോസും ഉണ്ടാവും. സോ അതിലൊക്കെ നിങ്ങൾക്ക് ബേസസ് പഠിച്ചാൽ പിന്നെ എല്ലാം ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. അതുകൊണ്ട് ബേസസ് ആദ്യം തന്നെ എല്ലാവരും പഠിക്കുക. സോ ഇത് നമ്മുടെ ലാസ്റ്റ് ലൂപ്പിലൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയായിരിക്കും ഡബിൾ ക്രോഷ്യ ഉണ്ടാവുക. ഇനി നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ yarn over 2 times ആണ് ചെയ്യുന്നത്. അതായത് കാണിച്ചു തരാം. yarn over അപ്പോൾ 2 ലൂപ്സ് ആവും. ഒന്നുകൂടി yarn over, അപ്പോൾ ഹുക്കിൽ കണ്ടോ 3 ലൂപ്സ് ആവും. അതായത് 3 ലൂപ്സ് ഇതിൽ വരണം. എന്നിട്ട് 4 ലൂപ്സ് വിടുക. ഈ 4 ലൂപ്സ് 5th ലൂപ്പിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. inside the loop in the 5th loop, yarn over, pull through, yarn over, pull through 2 loops, yarn over, pull through 2 loops. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുമ്പോൾ ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, ബട്ട് ഇറ്റ് വാസ് വെരി ഈസി വൈൽ യു ആർ ഡൂയിങ്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല എളുപ്പമാണ്, ബട്ട് പറയുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ട്രിപ്പിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ ഇതൊക്കെ നിങ്ങൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പം അമ്മിഗുർമിയിലായാൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചസ്, അതായത് ബേസിക് സ്റ്റിച്ചസ് ആണ് ഇത്, ഈ ഒരു പറയുന്ന 5 സ്റ്റിച്ചസ് എന്ന് പറയുന്നത്. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സ്റ്റിച്ചസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും എനിക്കറിയുന്നത് പോലെ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. എനിക്ക് സത്യത്തിൽ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് കുടുങ്ങാറുണ്ട് എപ്പോഴും മീൻസ് ഞാൻ ഈ ട്രിപ്പിൾ ക്രോഷ്യ ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ, കുറേ ആയിട്ടില്ല, പഠിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ പ്രാക്ടീസിങ്ങിലാണിപ്പം. yarn over 2 times ചെയ്യുക. ഇൻസൈഡ് ദി ലൂപ്പ് ഹുക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ചെയ്യുക. yarn over, pull through, yarn over, pull through 2 loops, yarn over, pull through 2 loops. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതേ ഞാൻ ഏതാണ്ട് കഴിയാനായിട്ടുണ്ട്. അപ്പം എപ്പോഴും ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ 4 ലൂപ്സ് വിടാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കുക. 5ാമത്തെ ലൂപ്പിൽ മാത്രമേ നമ്മൾ ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. അപ്പം അതെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം ട്രിപ്പിൾ ക്രോഷ്യ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ കുറച്ച് കുടുക്ക് വീണിട്ടുണ്ട് ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാനൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നുന്നത്. നിങ്ങൾ വലിയ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. സോ അങ്ങനെയാണ് നമ്മുടെ 5 സ്റ്റിച്ചസും വരുന്നത്.